ശ്രീ മുഖമ്പാലമൂട് രാധാകൃഷ്ണൻ, ബി ജെ പിക്ക് തിരുവനന്തപുരത്താണ് തിളക്കമാർന്ന വിജയം കിട്ടിയിരിക്കുന്നത്. വളരെ മുന്നേ തന്നെ കണക്കുകൂട്ടലുണ്ടായിരുന്നു ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ളത്. അതാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഏതാണ്ടൊരു സംസ്ഥാനം തന്നെ ഒരു പിടിച്ചെടുത്ത പ്രതീതിയിലാണ്. വലിയ ഒരു ഉത്തരവാദിത്തമാണ് ബി ജെ പിയിലേക്ക് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരം നിങ്ങൾ ഭരിച്ചു കാണിക്കുക, ഇതാണ് ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം. എന്നിട്ടായിരിക്കും നിങ്ങൾക്ക് കേരളം ചുമതല നൽകാൻ പോകുന്നത്, അല്ലേ? അതെ, വളരെ ടാസ്ക്കാണിപ്പം സെൻട്രൽ ബി ജെ പി കമ്മിറ്റിയും ബഹുമാന്യ നരേന്ദ്രമോദിയും രാജീവ് ചന്ദ്രശേഖർജിക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ അറിഞ്ഞതാണ് തിരുവനന്തപുരം കിട്ടുമെന്ന് ബഹുമാന സംസ്ഥാന പ്രസിഡൻറ്റ് മോഡിജിയോടും നദ്ദാജിയോടും സൂചിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. കാരണം നല്ലൊരു സംഘാടകനാണ് അദ്ദേഹത്തിൻ്റെ BPL കമ്പനി 82-83 അമ്മാവൻ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കൊടുത്തപ്പോൾ നമുക്കറിയാം, ഈ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വിജയാനന്ദ ചേട്ടൻ അറിയാം, പേജർ എന്ന് പറയുന്ന സംവിധാനം വന്നത് ആദ്യത്തെ ഇന്ത്യൻ വിപ്ലവത്തിന്, ഇലക്ട്രോണിക്സ് വിപ്ലവത്തിന് മറ്റേ റിലയൻസിൻ്റെ മടൽ പോലത്തെ മൊബൈൽ മാറിയിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയാൻ ഒരു മെസ്സേജ് BPL ബെൽറ്റിൽ വയ്ക്കുന്നത് BPL കമ്പനിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ ന്യൂ ടെക്നോളജികൾ മുൻപേ ഇദ്ദേഹത്തിന് ഇതാണ്, പടവമാണ്. പക്ഷേ ഇവിടെ ആക്ഷേപിക്കുന്നത് കോർപ്പറേറ്റാണ്, വരേണ്യവർഗത്തിൻ്റെ ആളാണ്, ബൂർഷ്വായിസമാണ്, മുതലാളിത്വം എന്നൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് സംസ്ഥാനത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് CPM-ഉം കോൺഗ്രസും CPI-യും തിരുവനന്തപുരത്തിൻ്റെ 100 വാർഡുകളും പ്രസംഗിച്ചു. പക്ഷേ അവരൊന്നും മനസ്സിലാക്കിയില്ല. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ നമ്മുടെ യെദ്യൂരപ്പ സർക്കാരിൻ്റെ വിജയത്തിന് ബാംഗ്ലൂർ സിറ്റിയെ IT ടെക്നോളജിക്ക് വേണ്ടി ഏൽപ്പിച്ചത് പുള്ളിയാണ്. അന്ന് വാജ്പേയി സർക്കാർ ഇരുന്ന സമയത്ത് പ്രമോദ് മഹാജൻജിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി IT-യും കൈകാര്യം ചെയ്യുന്നത്. അന്ന് BJP തുച്ഛമായ വോട്ടുകൾക്കാണ് ഗവൺമെൻറ് നഷ്ടമായത്. ഈ ഷൈനിങ് ഇന്ത്യ എന്നുള്ളൊരു മുദ്രാവാക്യം അന്ന് പ്രമോദ് മഹാജൻ ചെയ്തുവെങ്കിലും അതിൻ്റെ ബ്രെയിൻ രാജീവ് ചന്ദ്രശേഖർജിയാണ്. അതുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് കൊടുത്തിട്ടുള്ള വിജയം സംസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള വിജയമാണ്. 50 സീറ്റാണ് ജയിച്ചിട്ടുണ്ട് എങ്കിലും 51 വേണം കേവല ഭൂരിപക്ഷത്തിന്. ഒരു സീറ്റ് വിഴിഞ്ഞം സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മരണമായതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുന്നു. എന്നാലും ഭരണഘടന അനുസരിച്ച് ഏറ്റവും വലിയ കക്ഷിയെ വിളിക്കണമെന്നാണ്. ഈ 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ തിരുവനന്തപുരം നിവാസികൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് BJPയുടെ മേയർ, BJPയുടെ ഡെപ്യൂട്ടി മേയർ, BJPയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരുവനന്തപുരത്ത് വന്നാൽ ചെയ്യുന്ന പദ്ധതികളെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ചേട്ടാ. ഇവിടെ ഇത്രയും കാലം 45 വർഷം, 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ തിരുവനന്തപുരം സിറ്റി അന്നും ഇന്നും തിരുവനന്തപുരം ചെറിയ റോഡുകളൊക്കെയാണ്, ഒരു ഡെവലപ്മെൻ്റ് ഇല്ല. ഈ കഴിഞ്ഞ വിദ്യാസമ്പന്നയെ പഠിച്ച് നല്ല രീതിയിൽ വരേണ്ട ഒരു കുട്ടിയെ പിടിച്ച് മേയറാക്കി അതിൻ്റെ പിന്നിൽ കുറേ സഖാക്കൾ നിന്ന് കാശുകൾ സമ്പാദിച്ചതല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഒരു പദ്ധതികളും തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയിട്ടില്ല. ഉദാഹരണത്തിന് ABC സ്റ്റുഡിയോ ഇരിക്കുന്നതിൻ്റെ മുകളിൽ നിന്ന് പോകുന്ന റോഡ് ആറ്റുകാൽ ക്ഷേത്രം വരെ പോകേണ്ട റോഡാണ്. അതിന് കൊടുത്തിട്ടുള്ളത് ഏകദേശം 80 കോടി രൂപയാണ്. ടൗൺ ഡെവലപ്മെൻറ്റ്, നഗര വികസനത്തിന് പ്രത്യേകം. ഇപ്പോൾ മോഡിജി തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ദർശനം നടത്തും. അന്ന് ആ ദർശനം നടത്തി കണ്ടതുകൊണ്ടാണ് ആ 4 ഗേറ്റും ഇത്തരത്തിലുള്ള ലൈറ്റുകൾ നിർത്തി പാതകൾ കല്ല് വിരിച്ച് ശരിയാക്കിയത്. ഇന്ന് ചേട്ടനൊന്ന് ആ സൈഡ് ചെന്ന് നോക്കണം, അവിടെ നിന്ന് ചവർ കൂമ്പാരങ്ങൾ, അവിടെ നിന്ന് വൃത്തികെട്ട മാലിന്യ അവശിഷ്ടങ്ങൾ. ആ വരുന്ന ഇത്രയും ഈസ്റ്റ് പോർട്ട് മുതൽ മ്യൂസിയം വരെ നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കും. ഒന്ന് മൂത്രം ഒഴിക്കണം, ഏതെങ്കിലും ബസ്സിൻ്റെ ഇടയിലോ വണ്ടിയുടെ ഇടയിലോ നിൽക്കാൻ ഒക്കുകയുള്ളൂ, ഒരു മൂത്രപ്പുരയില്ല. അതേസമയം ചെന്നൈയിൽ നിന്ന്, രാജാജിശാലയിൽ നിന്ന്
നമ്മൾ താമ്പ്രത്തേക്ക് നടന്നു വരുന്ന ദൂരം എത്രയെത്ര ഹഡുകൾ ചെയ്തിരിക്കുന്നു വയസ്സായവർക്ക് ഇരിക്കുവാൻ വേണ്ടി. അവിടെയും സെൻട്രൽ നഗരവികസന പദ്ധതി ചെയ്തതാണ്. അവിടെയും BJP വിരുദ്ധ സർക്കാരാണ് സ്റ്റാൻഡിൽ. ഇവിടെയും ഭരണഘടനാപരമായിട്ട് ഫെഡറൽ സംവിധാനത്തിൽ BJP വിരുദ്ധ സർക്കാരാണ് സ്റ്റേറ്റ്. അതിൽ നിന്നും കൂടുതൽ ഫണ്ട് തിരുവനന്തപുരത്തും കൊടുത്തു. അപ്പോൾ സ്റ്റാലിൻ്റെയും ചെന്നൈയുടെയും നഗരത്തിൻ്റെ ആ ഡെവലപ്മെൻറ്റും ആ അവിടെ നിന്ന് പോകുമ്പോൾ അറിയാം വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ, വയസ്സായവർക്ക് ഇരിക്കേണ്ട വിശ്രമ കേന്ദ്രം, ഫാൻ ഇട്ടിട്ടുള്ളത്, ബസ് സ്റ്റോപ്പുകളുടെ നവീകരണം. ഇപ്പോൾ സ്റ്റാച്യുവിൽ നിന്ന് സ്പെൻസറിൽ വരുമ്പോൾ ഒരു ബസ് ബേ ഇല്ല തിരുവനന്തപുരത്ത്. ബാംഗ്ലൂരിൽ BJP ഭരിച്ചതാണ്. ബാംഗ്ലൂരിൽ ആസൂത്രണം ചെയ്തത് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയാണ് പ്ലാൻ തയ്യാറാക്കിയത്. അദ്ദേഹം കൊടുത്ത ഒരു മെട്രോ സിറ്റി ആകുന്നതിന് മുമ്പ് ഒരു മാസ്റ്റർ പ്ലാൻ. അവിടെ ഒരു ബസ് വന്ന് അടിയിൽ കൂടി കയറി ഒതുങ്ങി നിന്ന് ചോദിക്കുന്ന കാശ് കൊടുത്ത് അക്വസേഷൻ ചെയ്ത സ്ഥലം ബസ് ബേ നിർമ്മിച്ചു. തിരുവനന്തപുരത്തിൻ്റെ ഒരു ബസ് നിർത്തി മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ ആ ബസ് പോയിട്ടേ പോകാനൊക്കെ ഉള്ളൂ. ആയിരക്കണക്കിൻ്റെ അവിടെ ഗവൺമെൻറ്റിന് സ്ഥലമുണ്ട്, സ്റ്റാച്യുവിൽ ഗവൺമെൻറ്റിന് സ്ഥലമുണ്ട്, പാളയത്ത് ഗവൺമെൻറ്റിന് സ്ഥലമുണ്ട്. റോഡ് വികസിപ്പിക്കുന്നില്ല. അന്ന് എന്നാണോ ചിത്ര തിരുനാൾ ഭരണം ഇവിടെ അവസാനിച്ച് ജനാധിപത്യത്തിന് ഏൽപ്പിച്ചത് അന്നത്തെ MG റോഡാണെന്നും MG റോഡ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ചരിത്ര പുരാതനമായ നഗരമാണ് മധുര മീനാക്ഷി, മധുരയും തിരുവനന്തപുരം. ഈ നഗരത്തിന് വേൾഡ് പൈതൃക പട്ടികയിൽ വരണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള രീതിയിൽ ഇവിടുത്തെ ഭരണകർത്താക്കൾ നഗരത്തെ വളർത്തുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നു. ഈ പ്രോജക്റ്റിൻ്റെ ആസൂത്രണം എന്ന് പറയുന്നത് ബഹുമാന്യ അടൽ ബിഹാരി വാജ്പേയിയാണ്. അതിന് സമ്മതിക്കുന്നു. ഉമ്മൻചാണ്ടി സാറും CM എന്നുള്ള നിലയിൽ അവർ രാമനും ലക്ഷ്മണനും പോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് അന്ന് സ്ഥലം അക്വസിഷൻ ചെയ്തതും നമ്മുടെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങിച്ചത് എല്ലാം വാങ്ങിച്ചത്. പിന്നെ നീണ്ട 10 വർഷം ആ പ്രോജക്റ്റ് തളർന്നു. നമ്മൾ ആ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോവേണ്ടി വന്നു. അപ്പോൾ അന്ന് ആ പദ്ധതി പൂർത്തിയായിരുന്നെങ്കിൽ എത്ര വർഷം ബാക്ക് പോയി. ഇന്ന് നമ്മളെ തിരുവനന്തപുരം നഗരമെന്ന് പറയുന്നത് വേൾഡിൽ നമ്പർ 1 ഷിപ്പ് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെയും ഏഷ്യയുടെ ഹബ്ബായി മാറും. വെറും 58 ലക്ഷം ജനമേ സിംഗപ്പൂരുള്ളൂ. തിരുവനന്തപുരവും കുറച്ച് പാരിപ്പള്ളിയും കൂടി ചേർത്താൽ മാത്രമേ വിസ്തൃതിയുള്ളൂ സിംഗപ്പൂർ എന്ന് പറയുന്ന കൊച്ചു രാജ്യം. അവിടെ ആശ്രയിക്കുന്നത് ഈ കപ്പൽശാലകളും ലോജിസ്റ്റിക്സും കാർഗോ കയറ്റുമതിയും ഹബ്ബുകളായിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് പരിപാവനമാണ്. സിംഗപ്പൂരിൻ്റെ താഴ്ച പോലും 18 മീറ്ററേ ഉള്ളൂ. ഇവിടുത്തെ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ താഴ്ച 23 മീറ്റർ ഉണ്ട് സാർ. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് തയ്യാറല്ല. കുടിവെള്ളമില്ല. ഈ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും ഞാൻ താമസിക്കുന്ന പ്രശാന്ത് നഗർ മേഖലകളിൽ 5 ദിവസം കുടിവെള്ളമില്ല. പരിപാവനമായ 4 നദികൾ ഈ നഗര ഹൃദയത്തിൽ കൂടിയാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ വിജയത്തോടുകൂടി തിരുവനന്തപുരത്തിന് ചില പ്രത്യേക പദ്ധതികൾ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100%. അദ്ദേഹം ഇപ്പോൾ ഞാൻ അറിഞ്ഞതനുസരിച്ച് നഗരസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണമെങ്കിൽ പോലും ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട PM തിരുവനന്തപുരത്ത് വരാം. അഥവാ വന്നില്ല എങ്കിൽ തന്നെ തിരക്ക് പിടിച്ച ആളാണ്. വലിയ രാജ്യങ്ങൾക്ക് ഇറക്കവും ബാക്കിയുള്ള കാര്യങ്ങളും. ഇന്ത്യയുടെ ഉറക്കമില്ലാത്തൊരു ഇതുപോലൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അല്ല എങ്കിൽ 40-45 അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, 45 ദിവസത്തിനകം PM ഇവിടെ വന്ന് നല്ലൊരു സദസ്സ് പുത്തരിക്കണ്ടത്ത് ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരത്തിന് വേണ്ടി ഹാർട്ട് ഓഫ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരി എന്നുള്ള നിലയിൽ, പൈതൃക നഗരമെന്നുള്ള നിലയിൽ ആ പദ്ധതി ബഹുമാനപ്പെട്ട PM തന്നെ ഇവിടെ പ്രഖ്യാപിക്കും. അതിനുള്ള കെൽപ്പുള്ള ഒരു ലീഡർഷിപ്പാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ ടീം BJP സ്റ്റേറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.